കോട്ടയം ഇളങ്കാടിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇളംകാട് വാഗമൺ റൂട്ടിൽ മ്ലാക്കരയിൽ വനഭൂമി ഇല്ലാത്ത ഭാഗത്താണ് പുലിയുടെ ജഡം കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, എന്താണ് ഇത് സംബന്ധിച്ച വനംവകുപ്പ് അറിയിക്കുന്നത്? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കോട്ടയം ഇളങ്കാടിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരാണ്, പ്രദേശവാസികളാണ് ഇത്തരത്തിൽ പുലിയുടെ ജഡം ആദ്യം കാണുന്നത്. ഇളങ്കാട് വാഗമൺ റൂട്ടിൽ മ്ലാക്കര എന്ന് പറയുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ പുലിയുടെ ജഡം നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് വനം വകുപ്പിനെ നാട്ടുകാർ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പ് സംഭവ സ്ഥലത്തെത്തിയിട്ടാണ് ഇത് പുലി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്. പുലിയാണോ അതോ കാട്ടുപൂച്ചയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകണമായിരുന്നു. വനം വകുപ്പ് എത്തി പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് പുലിയുടെ ജഡം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വനഭൂമി അല്ലാത്ത ഒരു പ്രദേശത്താണ്, ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ പുലിയുടെ ജഡം കണ്ടെത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ചത്ത നിലയിലാണ് പുലിയെ കണ്ടെത്തിയത്. ഈ വനംവകുപ്പ് കൂടുതൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കഴുത്തിന്റെ ഭാഗത്ത് മുറിവുകൾ ഉണ്ട്. ഏത് വിധത്തിലാണ് പുലി ചത്തത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. മറ്റേതെങ്കിലും ജീവികളുടെ ആക്രമണത്താലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മനുഷ്യരുടെ ആക്രമണം കൊണ്ടാണോ ഇത് ചത്തത് എന്നുള്ള കാര്യത്തിലൊക്കെ പരിശോധനകൾ നടത്തുകയാണ് വനം വകുപ്പ്. എന്തായാലും അതിനുശേഷം മാത്രമേ പുലിയുടെ യഥാർത്ഥ മരണകാരണം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും വനം വകുപ്പ് ഇപ്പോൾ സ്ഥലത്തുണ്ട്, മേൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ഗോകുൽ.